بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تحسبن الله غافلا عما يعمل الظالمون إنما يؤخرهم ليوم تشخص فيه الأبصار يا أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹധനീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഫലസ്തീൻ ഒരുപക്ഷെ ഏകദേശം ഒരു വർഷത്തിലേറെയായി നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആ ഒരു രാജ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ. കേവലം ഒരു വർഷമല്ല, എത്രയോ വർഷങ്ങളായി പലപ്പോഴും ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രസംഗങ്ങളെല്ലാം കേൾക്കുകയും ചെയ്തിട്ടുണ്ടാകും. എന്നാൽ ഒരു പക്ഷേ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ചരിത്രത്തിൽ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഇല്ലാതാക്കാൻ, ഒരു സമൂഹത്തെ മുഴുവനായി വംശഹത്യ നിർവഹിക്കാനായി ഒരു പറ്റം കാബാലികന്മാരായ ആളുകൾ എല്ലാവിധ സൗകര്യത്തോടും കൂടി, സർവസന്നാഹത്തോടും കൂടി, ആരാരും ചോദ്യം ചെയ്യാനില്ലാത്ത വിധത്തിൽ ഒരു സമൂഹത്തെ ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ചരിത്രത്തിൽ ഫലസ്തീൻ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു രാജ്യമുണ്ടായിരുന്നു എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരിക്കൽ പുറത്താക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു പ്രദേശത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് കഴിഞ്ഞാൽ എത്ര തവണ നമ്മൾ മാറി താമസിക്കും? വർഷങ്ങളായി ഒരു സമൂഹം മാറിക്കൊണ്ടേയിരിക്കുന്നു. അവർ ടെന്റ് കെട്ടുന്ന ഭാഗത്തെല്ലാം ബോംബുകൾ ഇട്ടുകൊണ്ട്, അവർ പോകുന്ന വഴികളെല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ട്, അവർക്ക് കുടിക്കാനുള്ള വെള്ളമെല്ലാം നശിപ്പിച്ചുകൊണ്ട്, അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങളെല്ലാം തടസ്സം നിന്നുകൊണ്ട്, ഒരു സമൂഹത്തെ കൊല്ലാക്കൊല ചെയ്തുകൊണ്ട്
മാസങ്ങളല്ല, വർഷങ്ങളല്ല, ദശാബ്ദങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ഈ വാർത്തകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലോകരാജ്യങ്ങളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫലസ്തീനിന് വേണ്ടി സംസാരിക്കുന്നവരുണ്ട്, ഫലസ്തീനെതിരെ ഉന്മൂലന സിദ്ധാന്തങ്ങളുമായി കടന്നു വരുന്നവരുമുണ്ട്. നമ്മൾ രാജ്യത്തിന്റെ അവസ്ഥ മാറ്റിവെക്കാം. എന്നാൽ വ്യക്തികളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, മനുഷ്യ സമൂഹത്തെ നോക്കിക്കഴിഞ്ഞാൽ, മജ്ജയും മാംസവുമുള്ള വികാരവും വിചാരവുമുള്ള ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ അവരിൽ പോലും ആളുകൾ 4 തരക്കാരായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. 4 തരത്തിലാണ് മനുഷ്യന്മാർ ഫലസ്തീനിന്റെ വിഷയത്തിലുള്ളത്. അതിൽ ഒന്നാമത്തെ വിഭാഗം ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ ഒരു മുസ്ലിം രാജ്യമായി കണ്ട് മുസ്ലിമീങ്ങളോടുള്ള വെറുപ്പ് എന്താണോ ആ വെറുപ്പ് മുഴുവൻ ഫലസ്തീനികളുടെ ചോര കണ്ട്, അവരുടെ കബന്ധങ്ങൾ കണ്ട്, അവരുടെ കഫൻപുടവകൾ കണ്ട്, അവരെ നശിപ്പിക്കുന്ന ഓരോ വാർത്തകളിലും സന്തോഷത്തിന്റെ ഇമോജികൾ ഇട്ടുകൊണ്ട് ആത്മരതി കൊള്ളുന്ന ആളുകൾ, അതിൽ സന്തോഷം കാണുന്ന ആളുകൾ, അങ്ങനെ ഒരു സമൂഹം ഒരു പക്ഷേ നമ്മുടെ തൊട്ടടുത്തുണ്ട്, നമ്മുടെ സമീപത്തുണ്ട്. നമ്മുടെ കൈകൾ ചേർത്ത് വെച്ചാൽ അവരുടെ ശരീരത്തിലേക്ക് തട്ടുമെന്ന രൂപത്തിൽ ഈ കേരളക്കരയിൽ പോലും, മലയാളത്തിലുള്ള വാർത്തകളിൽ പോലും അതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു വിഭാഗം. അതാണ് ഏറ്റവും ഹീനമായ ഒരു വിഭാഗം. എന്നാൽ രണ്ടാമത്തൊരു വിഭാഗമുണ്ട്. ഈ ഫലസ്തീനിന്റെ വിഷയങ്ങളോ കാലങ്ങളായി അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളോ ഒന്നും അറിയാത്ത ചില ആളുകൾ. ഒന്നും അറിഞ്ഞിട്ടില്ല എന്നല്ല, അറിയാൻ സമയമില്ല. ഞാൻ എൻ്റെ ജീവിതവുമായി, ഞാൻ എൻ്റെ മക്കളുമായി, ഞാൻ എൻ്റെ കുടുംബവുമായി, ഞാൻ എൻ്റെ ജീവിതവുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകട്ടെ, എനിക്ക് റീലുകളാണ് പ്രധാനം, എനിക്കെന്റെ കല്യാണമാണ് പ്രധാനം, എനിക്കെന്റെ കുടുംബത്തിലുള്ള ഡാൻസാണ് പ്രധാനം, എനിക്ക് മറ്റുള്ള പലതുമാണ് പ്രധാനം എന്ന ചിന്തയോടുകൂടി സ്വന്തത്തിലേക്ക് മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് സ്വാർത്ഥരായി ജീവിക്കുന്ന രണ്ടാമത്തൊരു വിഭാഗം. ഇനി മൂന്നാമത്തൊരു വിഭാഗമുണ്ട്. ഈ വിഷയം കടന്നു വരുമ്പോഴേക്ക് മാത്രം വൈകാരികതയോട് മാത്രം പ്രതികരിക്കുന്ന ആളുകൾ. വികാരത്തിൽ മാത്രമായിരിക്കും അവരുടെ പ്രതികരണങ്ങൾ ഉണ്ടാകുക. ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോഴേക്ക് പ്ലക്കാർഡുകളുമായിട്ട് അവർ കടന്നു വരും. ഏതെങ്കിലും ഒരു ചർച്ച വരുമ്പോഴേക്ക് റോഡുകൾ അവർ ബ്ലോക്ക് ചെയ്യും. ഏതെങ്കിലും ഒരു വിഷയം കടന്നു വരുമ്പോഴേക്ക് മുസ്ലിമിന്റെ ഇസ്സത്താണ് പ്രധാനമെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്ന വൈകാരികത കൊണ്ട് മാത്രം ആളുകളെ ഊട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. ഇതാണ് മൂന്നാമത്തെ വിഭാഗം. ഇത് മൂന്നുമല്ലാത്ത നാലാമതൊരു വിഭാഗമായി നമ്മൾ മാറണം. വൈകാരികത വിട്ടുകൊണ്ട് വിവേകത്തോടുകൂടി എന്താണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു മുസ്ലിം എന്ന നിലക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇന്ന് ലോകത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കെ അത് കേവലം പലസ്തീനിന്റെ മണ്ണിൽ മാത്രമല്ല, സിറിയയുടെ മണ്ണിൽ മാത്രമല്ല, യമന്റെ മണ്ണിൽ മാത്രമല്ല, ലെബനാനിന്റെ മണ്ണിൽ മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിൽ പോലും കേരളം വിട്ടുകഴിഞ്ഞാൽ എത്രയോ സ്ഥലങ്ങളിൽ ബുൾഡോസറുകളുമായി കടന്നു വന്നുകൊണ്ട് അവർ കാലാകാലങ്ങളായി സമ്പാദിച്ച മുഴുവനും ആ ബുൾഡോസറിന്റെ അടിയിലേക്ക് കൊണ്ട് ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക്, അവർക്കുള്ള ഐഡന്റിറ്റി പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക്, അവർക്ക് വോട്ടവകാശം നിഷേധിക്കുന്നൊരവസ്ഥയിലേക്കെല്ലാം വന്നുകൊണ്ടേയിരിക്കുന്നു. ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു മുസ്ലിം എന്ന നിലക്ക് നമുക്കെന്ത് ചെയ്യാൻ കഴിയും? ഈ വാർത്തകൾ ഇങ്ങനെ പരസ്യപ്പെടുത്തിയത് കൊണ്ടോ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും വൈകാരികമായി പ്രതികരിച്ചത് കൊണ്ടോ കാര്യങ്ങളാകുമോ? എന്നാൽ ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ടതായ 5 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഖുതുബയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ വിഷയം, ഇന്ന് ലോകത്ത് ഈ പ്രയാസം അനുഭവിക്കുന്ന, മർദ്ദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തിനു വേണ്ടി ആത്മാർത്ഥമായ പ്രാർത്ഥന നിർവഹിക്കുക എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. അത് തന്നെയാണ് പ്രധാനപ്പെട്ടത്. ഇത് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങൾ മറ്റുള്ളവരോട് പറയാം. എല്ലാവരും പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകപ്പെടുന്നുണ്ട്. പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം എന്ന് എല്ലാവരും പറയുന്നു. പക്ഷേ സ്വന്തത്തിന്റെ കാര്യത്തിൽ നമ്മളെല്ലാം മറന്നുപോകുക. അതിന്റെ ഏറ്റവും വലിയ തെളിവ്, ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ നമ്മൾ ജീവിച്ചു. എത്രയോ തവണ നമ്മൾ സോഷ്യൽ മീഡിയകളിലോ പത്രവാർത്തകളിലോ മീഡിയകളിലോ ഒക്കെയായി ഫലസ്തീനിന്റെ വിഷയം അറിഞ്ഞു. അല്ല, പ്രയാസം അനുഭവിക്കുന്നവന്റെ പ്രയാസങ്ങൾ കണ്ടു. ആത്മാർത്ഥമായിട്ട് അള്ളാഹിനോടൊന്ന് പ്രാർത്ഥിക്കാൻ, അതിനുവേണ്ടി കൈകളൊന്ന് ഉയർത്താൻ,
അതിനുവേണ്ടി ഒരിറ്റ് കണ്ണീരൊഴിവാക്കാൻ നമ്മൾ എത്ര ആളുകൾ സന്നദ്ധമായിട്ടുണ്ട്? അവിടെയാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥന പറയുന്ന മാത്രമുള്ളൂ, പ്രാർത്ഥിക്കുന്നില്ല, പ്രാർത്ഥനയിലേക്ക് നമ്മൾ എത്തുന്നില്ല. ഇനി രണ്ടാമത്തെ ഈ വിഷയം പറയുമ്പോൾ തന്നെ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം, ചില ആളുകൾ ചോദിക്കും, ഇവിടുന്ന് കുറെ പ്രാർത്ഥിച്ചത് കൊണ്ട് ഇപ്പം എന്താ കാര്യം? അവിടെ പോയിട്ട് അവരെ സഹായിക്കല്ലേ വേണ്ടത്? നമ്മൾ ഇവിടുന്ന് കുറെ പ്രാർത്ഥിച്ചാൽ എന്താ കാര്യമുള്ളത്? എന്നാൽ അതിന്റെ കാര്യം എന്താണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് ഒരാളെ പരിഗണിക്കുക? അല്ലാഹുവിന്റെ പരിഗണന ലഭിക്കുന്നവർ ആവണമെങ്കിൽ ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും, ഖുൽ നബിയേ പറയുക, മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും, നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ എന്റെ രക്ഷിതാവ് എന്ത് പരിഗണനയാണ് നിങ്ങൾക്ക് നൽകുക? എത്ര സുന്ദരമാണ് അള്ളാന്റെ വാചകം. പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് അള്ളാന്റെ അടുക്കൽ പരിഗണന ഉണ്ടാവുക. അള്ളാന്റെ പരിഗണന ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുക. അപ്പോഴാണ് അതിന്റെ ഉത്തരങ്ങൾ ലഭിക്കപ്പെടുക. പ്രാർത്ഥന തന്നെയാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആയുധം. അതൊരു വെറും വാക്കല്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥനയാണ്. നമുക്ക് തോന്നും, ഒരു പക്ഷേ ഇന്നാലിന്ന രാജ്യങ്ങൾ കൂടി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇന്നാലിന്ന രാജ്യം കൂടി അവരുടെ കൂടെ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ന സൗകര്യങ്ങൾ, ആയുധങ്ങൾ അവർക്കുണ്ടായിരുന്നെങ്കിൽ, ഇന്ന ജംബോ ജെറ്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ, അതിനൊക്കെ അപ്പുറത്താണ് അള്ളാഹുവിന്റെ സഹായം. അത് നമ്മൾ ഇപ്പോഴും മറക്കാം. അള്ളാഹിന്റെ സഹായം എന്ന് പറഞ്ഞാൽ അത്രയുണ്ട്. അതിന് ഏറ്റവും വലിയ തെളിവ് ഒരു പക്ഷേ ഖുർആനൊക്കെ ഓതുന്നവരാണല്ലോ നമ്മൾ. വിശുദ്ധ ഖുർആനിൽ നമുക്ക് പരിചയപ്പെടുത്തി തന്ന ഒരു പ്രവാചകനുണ്ട്, യൂനുസ് നബി അലൈഹിസ്സലാം. ആ യൂനുസ് നബി അലൈഹിസ്സലാം തന്റെ നാട് വിട്ടു പോവുകയാണ്. വലിയ ഒരു ചരിത്രം ഞാൻ ചുരുക്കി പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഒരു പരീക്ഷണത്തിലേക്കാണ് യൂനുസ് നബി അലൈഹിസ്സലാമിനെ കൊണ്ടുപോകുന്നത്. അദ്ദേഹം അവസാനം കടലിൽ പെട്ടുപോയി. അദ്ദേഹത്തെ കടലിലേക്ക് വലിച്ചെറിയപ്പെടുകയോ അല്ലെങ്കിൽ കടലിലേക്ക് അദ്ദേഹം ചാടുകയോ ചെയ്യേണ്ടി വന്നു. വലിയ ഒരു മത്സ്യം വന്നുകൊണ്ട് അദ്ദേഹത്തെ വിഴുങ്ങാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു വലിയ സമുദ്രം, ആ സമുദ്രത്തിന്റെ നടുവിൽ, ആ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് ഒരു മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങിയിട്ട് കൊണ്ടുപോകുന്നൊരവസ്ഥ. മത്സ്യത്തിന്റെ വയറ്റിലുള്ള ഇരുട്ട്, അതുപോലെ തന്നെ അന്ധകാരമാകുന്ന ഇരുട്ട്, കടലിന്റെ ഇരുട്ട്, എല്ലാ ദുലുമാത്തുകൾക്കിടയിലും അദ്ദേഹം നിൽക്കുമ്പോഴും ഒരു പ്രകാശമായി അദ്ദേഹം പ്രാർത്ഥിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വദന്നൂൻ ഇദ് ദഹബ മുഗാളിബ ഫളന്ന അല്ലൻ നഖ്ദിറ അലൈഹി. അദ്ദേഹം ദുന്നൂനിനെയും കാര്യം നിങ്ങൾ ഓർക്കണം, അഥവാ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. അദ്ദേഹം ദേഷ്യം വന്ന സമയത്ത് തന്റെ നാട്ടുകാരോടുള്ള ദേഷ്യം കാരണത്താൽ ആ നാട് വിട്ടുകൊണ്ട് അദ്ദേഹം പോകുമ്പോൾ അള്ളാഹു അദ്ദേഹത്തെ പരീക്ഷിക്കുകയില്ലെന്ന് അദ്ദേഹം വിചാരിച്ചു. അള്ളാഹ് പറയാണ്, അദ്ദേഹം വിചാരിച്ചു ഞാനൊരു പരീക്ഷണം കൊടുക്കൂലെന്ന്. എന്നാൽ വലിയ ഒരു പരീക്ഷണത്തിലേക്കെത്തി. എന്നിട്ടോ ഫനാദാ ഫിദ്ദുലുമാത്, ആ എല്ലാ ഇരുട്ടുകൾക്കിടയിലും അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഈ ഒരു വാക്കാ പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹ് പറയാണ്, ഫസ്തജബ്നാ ലഹു വനജ്ജയ്നാഹു മിനൽ ഗം. ഞാൻ അദ്ദേഹത്തിന് ഉത്തരം കൊടുത്തു. ആ തിരമാലകളിൽ നിന്ന്, അദ്ദേഹം അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന്, വനജ്ജയ്നാഹു, നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു മത്സ്യത്തിന്റെ വയറ്റിൽപ്പെട്ട ഒരാള് പിന്നെ ഒരിക്കലും ജീവിതത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ ചിന്തയില്ലാതെ നിരാശപ്പെടേണ്ട സമയം, ഇനി എനിക്ക് ആരുണ്ടാകും എന്ന് ചിന്തിക്കുന്ന സമയത്തും പ്രാർത്ഥന കൈവിട്ടില്ല. പ്രാർത്ഥിച്ചു റബ്ബിനോട്. ആ റബ്ബ് എങ്ങനെ ഉത്തരം കൊടുത്തത്? യൂനുസ് നബി അലൈഹിസ്സലാം വിചാരിക്കാത്ത രൂപത്തിൽ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രാർത്ഥിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. അതിന്റെ കൈഫിയത്ത്, അതെങ്ങനെ നടക്കും, അത് നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മളൊരു പ്രതിസന്ധിയിലാണ്, ഒരു പ്രയാസത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന ഞാനാവട്ടെ, കേൾക്കുന്ന നിങ്ങളാവട്ടെ, ജീവിതത്തിന്റെ പല മേഖലകളിലും പ്രയാസങ്ങളിലാണ്, ബുദ്ധിമുട്ടിലാണ്. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളെല്ലാം നീക്കി തരുമാറാവട്ടെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആത്മാർത്ഥമായിട്ട് റബ്ബിനോടൊന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് തോന്നും, ഇന്റെ കടങ്ങൾ ഇതിപ്പോ എങ്ങനെ നോക്കിയാലും ഇന്നെ കൊണ്ട് കഴിയൂല, നിരാശയില്ല. ഞാൻ എത്ര വിചാരിച്ചാലും ആ കച്ചവടം നടക്കൂല, ഞാൻ എത്ര വിചാരിച്ചാലും ഈ വിവാഹം നടക്കൂല, ഞാൻ എല്ലാ അർത്ഥത്തിലും നിരാശയിലാണ്.
വേണ്ട, ആ നിരാശ വേണ്ട. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൈഫിയത്ത്, എങ്ങനെ ആ പ്രാർത്ഥനയ്ക്ക് എങ്ങനെ ഉത്തരം കിട്ടും അത് നമ്മളോട് പറഞ്ഞിട്ടില്ല. പ്രാർത്ഥിച്ചോ ഇല്ലെന്ന് ചോദ്യം. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. യൂനുസ് നബി അലൈഹി ഇസ്ലാം ആ മത്സ്യത്തിന്റെ വയറ്റിൽ പെട്ടുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുക, ഞാനിപ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഇപ്പം എന്താ കാര്യമുള്ളത്? ഞാൻ പ്രാർത്ഥിച്ച് ഈ മത്സ്യത്തിന്റെ പുറത്തേക്ക് വന്നാലും, എങ്ങാനും പുറത്തേക്ക് വന്നാലും പിന്നെ ഒന്നുകിൽ വേറെ ഏതെങ്കിലും മത്സ്യം കഴിക്കും, അതല്ലെങ്കിൽ വെള്ളം കുടിച്ച് മരിക്കേണ്ടി വരും. ഈ കടലിന്റെ ഉള്ളിൽ തന്നെ ഞാൻ കഴിയും, എനിക്കിഞ്ഞൊരു ജീവിതമല്ല എന്ന നിരാശയുടെ വാക്കല്ല, ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനക്കാണ് അല്ലാഹ് പറഞ്ഞത് ഫസ്തജബ്നാ ലഹു വനജ്ജൈനാ, നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് എങ്ങനെയാ? ആ മത്സ്യം അദ്ദേഹത്തെ കൊണ്ട് കടലിന്റെ പുറത്തേക്ക് അല്ലെങ്കിൽ കരയുടെ ഭാഗത്തേക്ക് വന്ന് അദ്ദേഹം പുറത്തേക്ക് തള്ളി. അദ്ദേഹത്തിന്റെ ശരീരമാസകലം പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു. അതെല്ലാം പരിഹരിക്കുന്ന ഒരു നാട്ടിലേക്കാണ് അദ്ദേഹം എത്തപ്പെട്ടത്. അള്ളാഹ് അതിലേക്ക് എത്തിച്ചു കൊടുത്തു. എന്നിട്ടോ അദ്ദേഹത്തിന്റെ അസുഖമൊക്കെ മാറിയിട്ട് തിരിച്ച് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് ചെന്നപ്പോ അദ്ദേഹത്തിന്റെ മുഴുവൻ ആളുകളും, ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചരിത്രം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രവാചകന്റെ വിഷയത്തിലായി ഇത്രയും വലിയൊരു അത്ഭുതം നടക്കണം. യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ മാത്രമുള്ള അത്ഭുതം. അദ്ദേഹത്തിന്റെ ആളുകൾ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ അങ്ങേയറ്റത്തെ വിരോധത്തോടു കൂടി കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞതിനെല്ലാം കളിയാക്കിയിരുന്നു. പക്ഷേ പിന്നീട് യൂനുസ് നബി അലൈഹി ഇസ്ലാം അവരിൽ നിന്ന് പോയപ്പോ ചില പരീക്ഷണങ്ങൾ വന്നപ്പോഴേക്ക് തന്നെ അവർ അള്ളാഹുവിലേക്ക് മടങ്ങി. അതുകൊണ്ട് തന്നെ അവർ പൂർണ്ണ വിശ്വാസികളായി മാറി. യൂനുസ് നബി അലൈഹി ഇസ്ലാം ആകട്ടെ അള്ളാഹുവിന്റെ ചില പരീക്ഷണങ്ങളിൽ പെട്ടു. പക്ഷേ റബ്ബിനോട് പ്രാർത്ഥിച്ചപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് ഒരു മുസ്ലിം എന്ന നിലക്ക് നിരാശയില്ലാതെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രാർത്ഥന ഉണ്ടാകാൻ നടക്കുന്നത്. നിങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം കേട്ടിട്ടില്ലേ നമ്മൾ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിലേക്ക് വരുമ്പോ എന്താ സ്വഹാബത്തിന്റെ കയ്യിലുണ്ടായിരുന്നത്? മൂർച്ചയില്ലാത്ത ആയുധങ്ങൾ, മുനയൊടിഞ്ഞ കുന്തങ്ങൾ. അവരുടെ ശത്രുവിന്റെ വെട്ടൊന്ന് ഏൽക്കുകയാണെങ്കിൽ അത് തടുക്കാൻ പറ്റുന്ന പടച്ചട്ടകളില്ല അവർക്ക്. അവരുടെ എണ്ണമാകട്ടെ വളരെ കുറവ്, വെറും 300 ചില്ലാനും വരുന്ന ആളുകൾ. എന്നാൽ ശത്രുക്കളോ 1000-ലധികമുണ്ട്. സർവസന്നാഹങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്, ആയുധങ്ങളുണ്ട്, വീഞ്ഞുണ്ട്, നർത്തകിമാരുണ്ട്, എല്ലാം ഉണ്ട്. ഈ ബദറിന്റെ തലേ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന നമുക്ക് ഹദീസിൽ കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ സമീപത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. പ്രവാചകന്റെ ഷോളിലുണ്ടായിരുന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തോളിൽ ഒരു വസ്ത്രമുണ്ടായിരുന്നു, ഒരു ഷോൾ ഉണ്ടായിരുന്നു. അത് താഴേക്ക് വീണുകൊണ്ടേയിരുന്നു. അത് കണ്ടിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു അത് എടുത്തിങ്ങനെ കൊടുക്കും. അവസാനം ചോദിച്ചു, പ്രവാചകരെ മദീലെ അള്ളാന്റെ സഹായം ഉണ്ടാവൂലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുടെ ഫലം പിറ്റേ ദിവസം മുസ്ലിമീങ്ങൾക്ക് വിജയമായിരുന്നു. 1000-ഓളം വരുന്ന സൈന്യത്തെ വെറും 300 ചില്ലാനും വരുന്ന ആളുകൾ പരാജയപ്പെടുത്തി ലോകത്ത് തുല്യതയില്ലാത്ത ഒരു വിജയം നേടിക്കൊടുത്തു. അതും ഒന്നുമില്ലാതിരുന്ന അവർക്ക് വിജയം നേടിയത് ആ പ്രാർത്ഥനയുടെ കരുത്തായിരുന്നു. അവിടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കണം, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം ഫലസ്തീനികൾക്ക് വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിജയം നൽകുമാറാവട്ടെ, അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു നീക്കിക്കൊടുക്കുമാറാവട്ടെ. രണ്ടാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് അല്ലാഹുവിൽ പ്രതീക്ഷ ഉണ്ടാവുക എന്നുള്ളത്. എന്ത് പ്രതിസന്ധി കടന്നു വരുന്ന സമയത്തും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധി, എന്തെങ്കിലും ഒരു വഴി എന്റെ റബ്ബ് കാണിച്ചു തരുമെന്ന ചിന്ത. ഇത് അവരുടെ കാര്യത്തിലും അല്ലാഹ് എന്തെങ്കിലും ഒരു വഴി അവർക്ക് കാണിച്ചു കൊടുക്കും. നിരാശയല്ല വേണ്ടേ, എന്തോ ഒരു വഴി. അതൊരു പക്ഷേ നമ്മുടെ മുന്നിൽ ഇപ്പൊ കാണണമെന്നില്ല, പക്ഷേ എന്തോ ഒരു വഴിയുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കാം. നിങ്ങൾക്കറിയുമോ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ബനു ഇസ്രായേലരായ ആളുകളെയും കൊണ്ടുപോവുക. ഈജിപ്തിൽ നിന്നും ഫലസ്തീനിലേക്ക് പോകുന്ന സമയം, ആ പോകുന്ന സമയത്താണ് ഫിർഔനും കൂട്ടരും വരുന്നത്. ആ ഫിർഔനിന്റെ കൂട്ടരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മൂസാ നബി അലൈഹി ഇസ്ലാം ഓടി എത്തപ്പെട്ടതാകട്ടെ കടൽക്കരയില. മുന്നിൽ നോക്കുന്ന സമയത്ത് ആർത്തിരമ്പുന്ന കടൽ, പിന്നിലേക്ക് നോക്കിയാലോ ആർത്തലച്ചു വരുന്ന ഫിർഔനും കൂട്ടരും. അവിടെയാണ് മൂസാ നബിയുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞു, ഇന്നാല മുദറക്കൂ, നമ്മൾ പെട്ടുപോയി. മൂസാ, നമ്മൾ പെട്ടു, രണ്ടിന്റെ ഇടയിലാണ് നമ്മൾ കുടുങ്ങിപ്പോയത്. ഒന്നുകിൽ ഫിർഔനിന്റെ ആളുകൾ നമ്മളെ കൊല്ലും,
അല്ലെങ്കിലോ മുന്നിലുള്ള ആ വെള്ളത്തിൽ വീണ് നമ്മൾ മുങ്ങി മരിക്കും. ആ സമയത്ത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു വാചകമുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിശ്വാസികളോടാണ് പറയാനുള്ളത്. മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞൊരു വാചകം, ഇന്ന മഈ റബ്ബി സയഹ്ദീൻ. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, എന്റെ റബ്ബ് ഒരു വഴി കാണിച്ചിരും. പറയാൻ പറ്റും നമുക്ക്? നമ്മുടെ ജീവിതത്തിലൊക്കെ ചില കുടുക്കങ്ങൾ ഇങ്ങനെ കുടുങ്ങുമ്പോഴേ, വല്ലാത്ത പ്രയാസത്തിൽ പെടുമ്പോ ഞാൻ എവിടെ പോവുക എന്ന ആശങ്കയോടുകൂടി എന്ത് പറയണം, എന്ത് ചെയ്യണം എന്ന് ഉത്തരമില്ലാതിരിക്കുമ്പോ പറയാൻ കഴിയണം, ഇന്ന മഈ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, എന്റെ റബ്ബിൻക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ച്. പ്രിയപ്പെട്ടവർ, അതാണ് ഈമാൻ എന്ന് പറയുന്നത്. അതാണ് അല്ലാഹുവിലുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത്. അത് വളരെ ചുരുക്കം ആളുകൾക്ക് ഉണ്ടാകുള്ളൂ. എല്ലാവരും നിരാശയിൽ പിന്നെ വേഗം ആത്മഹത്യ കാണുക, അല്ലെങ്കിൽ വേറെന്തെങ്കിലും തോന്നിവാസങ്ങളിലേക്ക് പോകുക ചെയ്യാം. പക്ഷേ വിശ്വാസി പറയും, എന്റെ റബ്ബ് എന്നെ സഹായിക്കും, നിരാശ വേണ്ട. അതോടൊപ്പം നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം കേട്ടോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് ഓടിപ്പോകണം, മക്കത്ത് നിന്ന് മദീനത്തേക്ക് ഓടിപ്പോകുന്ന സമയം, ആ ഹിജ്റ പോകുമ്പോൾ നേരിട്ട് ഇറങ്ങല്ല ചെയ്തേ. ആദ്യം സൗർ ഗുഹയിൽ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും സൗർ ഗുഹയിൽ നിൽക്കുന്ന സമയത്ത് ശത്രുക്കൾ അവിടെ എത്തി. അവർ ഏതൊരു ഗുഹയിലാണോ ഉള്ളത് ആ ഗുഹയുടെ സമീപം അവരെത്തി. അത് കണ്ടിട്ട് ആ ഗുഹയിൽ നിന്നിങ്ങനെ നോക്കുമ്പോ ഈ ശത്രുക്കളുടെ കാൽപാദങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, ഓരെങ്ങാനും നമ്മളെ കണ്ടാൽ പിന്നല്ല, മരണം ഉറപ്പാ. അത്രയും ആ ഒരു പ്രയാസഘട്ടത്തിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറയുന്നൊരു വാചകമുണ്ട്, ഖുർആനിലെ ആയത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനനുസരിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. എത്ര സുന്ദരമാണ് ആ വാക്ക്, ലാ തഹ്സൻ, നീ വിഷമിക്കണ്ട, ഇന്നല്ലാഹ മഅനാ, അല്ലാഹ് നമ്മളെ കൂടെയുണ്ട്, അല്ലാഹ് നമ്മളെ കൂടെയുണ്ട്. പറയാൻ കഴിയണം പ്രിയപ്പെട്ടവർ, അല്ലാഹ് നമ്മളെ കൂടെ ഉണ്ട് എന്ന് പറയാൻ കഴിയണം. എന്ത് പ്രതിസന്ധി കടന്നു വരുമ്പോഴും, ഏത് പലസ്തീനി വിഷയങ്ങളാണെങ്കിലും ശരി, മുസ്ലിമുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണെങ്കിലും, ഇന്ത്യയിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണെങ്കിലും, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അല്ലാഹ് നമ്മളെ കൂടെയുണ്ട്, അല്ലാഹ് നമ്മളെ കൂടെയുണ്ട്. അതാണ് പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ. പക്ഷേ ആ പ്രതീക്ഷ വെക്കണമെങ്കിൽ ഈ ദീനിനെ കുറിച്ചൊരു അറിവ് നമുക്ക് ഉണ്ടാവണം, ഒരു ബോധ്യമുണ്ടാവണം. അല്ലെങ്കിലോ അതൊരു തമാശയായിട്ടാ തോന്നുക. എപ്പോ പറഞ്ഞാലും ഒന്നുകിൽ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ പ്രതീക്ഷ വെക്ക. എങ്ങനെ നടന്നിട്ടൊന്നും കാര്യമല്ല. നിങ്ങൾ കേൾക്കണം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ഇസ്ലാമിക ചരിത്രത്തിലെ വലിയ ഒരു യുദ്ധമായിരുന്നു അഹ്സാബ് യുദ്ധം എന്ന് പറയുന്നത്. അഹ്സാബ്, സഖ്യകക്ഷികൾ എന്ന പേര് വരാനുള്ളൊരു കാരണമുണ്ട്. അത് കേവലം മക്കയിലെ മുശ്രിക്കുകൾ മാത്രമല്ലായിരുന്നു അതിൽ എതിർപക്ഷത്ത്. മക്കയിലെ മുശ്രിക്കുകളും അവരുടെ സമീപത്തുണ്ടായിരുന്ന ഗോത്രങ്ങളും, എന്തിനേറെ മദീനത്ത് പ്രവാചകരോട് കരാറ് വെച്ചിട്ടുള്ള ജൂതഗോത്രങ്ങളടക്കം മുസ്ലിമുകൾക്കെതിരായി. അഥവാ മുന്നിലും പിന്നിലും ശത്രുക്കൾ ഉണ്ടാവുക. എന്താ ചെയ്യുക? ആരാ സഹായിക്കാനുണ്ടാവുക? മുസ്ലിമുകൾ വളരെ തുച്ഛം, 10,000-ത്തിലധികം വരുന്ന ആളുകൾ. ചരിത്രത്തിൽ വായിക്കാൻ കഴിയും, ആ 10,000 ആളുകൾ മദീനത്ത് കൂടി ഒന്ന് നടന്നു കഴിഞ്ഞാൽ പിന്നെ മദീന ചിന്ന ഭിന്നമാകും. അത്രത്തോളം വലിയ ഒരു സൈന്യത്തിന്റെ മുന്നിൽ അവിടെ നിൽക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനൊരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശത്രുക്കൾ ഇങ്ങനെ വരാനായിട്ടുണ്ട്. മുസ്ലിമീങ്ങൾക്ക് വേണ്ടി സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു കിടങ്ങ് കുടിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നോക്കി നിൽക്കല്ല, പ്രവാചകനും ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നമുക്ക് കാണാൻ കഴിയും, ഒരു കിടങ്ങ് കുടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഭാഗം കുടിക്കുന്ന സമയത്ത് വലിയ ഒരു കല്ല്, വലിയ ഒരു പാറക്കഷ്ണം, സഹാബിമാർ എത്ര നോക്കിയിട്ടും അത് പൊട്ടിക്കാൻ കഴിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ മാറിക്കും. പ്രവാചകൻ ഒരു ആയുധമെടുത്തു. എന്നിട്ട് ആ ഒരു പാറക്കല്ലിലേക്ക് പ്രവാചകൻ ആഞ്ഞു വെട്ടുകയാണ്, ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട്. അവിടെ സ്വഹാബത്ത് പറയുന്നുണ്ട്, പ്രവാചകൻ ആ കൈകൾ ഇങ്ങനെ ഉയർത്തുമ്പോൾ പ്രവാചകന്റെ വയറ്റിൽ കെട്ടിയിട്ടുള്ള കല്ല് ഞങ്ങൾ കാണുന്നുണ്ട്. വിശപ്പിന്റെ കാഠിന്യത്താൽ ഭക്ഷണം കഴിക്കാനില്ലാതെ ബുദ്ധിമുട്ടാണ്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പലരും വന്നു, പ്രവാചകരെ വിശപ്പാണ്,
എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവരുടെ വസ്ത്രം ഉയർത്തി കാണിക്കുമ്പോൾ ആ വസ്ത്രത്തിന്റെ ഉള്ളിൽ അവരുടെ വയറ്റിലേക്ക് കല്ല് വെച്ച് ഒരു കല്ലാണ് അവർ കാണിച്ചു കൊടുക്കുന്നതെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് പ്രവാചകന്റെ വയറ്റിൽ 2 കല്ല് വെച്ചതാ കാണിക്കുന്നത്. കാരണം അത്രയും പ്രയാസത്തിലാണ്, ഭക്ഷണം കഴിക്കാനില്ലാത്തൊരവസ്ഥ. അവിടെ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ വെട്ടിയതും ആ കല്ലിന്റെ 1/3 ഭാഗം പോയി. ഒരു മിന്നൽ പിണറുണ്ടായിരുന്ന ഒരു പ്രകാശം. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ഷാമിന്റെ ഖജനാവുകൾ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അല്ലാഹുവാണ് സത്യം, ഷാമിലെ ചുവന്ന കൊട്ടാരങ്ങൾ ഈ സ്ഥലത്ത് ഞാൻ കാണുന്നുണ്ട്. അഥവാ മുസ്ലിമുകൾ അത് അതിജയിക്കും. ഒന്നാമത്തെ വെട്ടിൽ പറയുന്ന വാക്ക. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും 2ാമത്തെ വെട്ട് കെട്ടി. അല്ലാഹു അക്ബർ പറഞ്ഞിട്ട്, ബിസ്മില്ല പറഞ്ഞിട്ട്. അപ്പോഴും ഒരു മിന്നൽ പിണറുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, അല്ലാഹു അക്ബർ, പേർഷ്യയുടെ ഖജനാവുകൾ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആദ്യം ഷാമായിരുന്നെങ്കിൽ 2ാമത്തത് പേർഷ്യയാണ്. അവിടുത്തെ പട്ടണങ്ങളും വെളുത്ത കൊട്ടാരങ്ങളും എല്ലാം എന്റെ ഈ സ്ഥലത്ത് ഞാൻ കാണുന്നു. അഥവാ അതൊക്കെ മുസ്ലിമുകൾ അതിജയിക്കും. 3ാമത് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെട്ടി. അപ്പോഴും ഒരു മിന്നൽ പിണറുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യമന്റെ ഖജനാവുകൾ നൽകപ്പെട്ടിരിക്കുന്നു. അല്ലാഹുവാണ് സത്യം, സനഅയിലെ കവാടങ്ങൾ എന്റെ ഈ സ്ഥലത്ത് ഞാൻ കാണുന്നുണ്ട്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ആ സാഹചര്യം നമ്മൾ നോക്കണം. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാത്ത ആളുകളോടാണ് പറയുന്നത്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാത്ത ആളുകളോടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ അധികാരമുണ്ടായിരുന്ന പേർഷ്യയുടെ കൊട്ടാരങ്ങൾ മുസ്ലിമുകൾ ജയിച്ചടക്കുമെന്ന് പറയുന്നത്. അത് കേവലം ഒരു വാക്കല്ല, പ്രവാചകന്റെ പ്രവചനമായിരുന്നെങ്കിൽ ഇസ്ലാമിന്റെ ചരിത്രം അത് പഠിപ്പിച്ചിട്ടുണ്ട്. സനആയും പേർഷ്യയും യമനും ഷാമും ഷാമിലുള്ള എല്ലാ രാജ്യങ്ങളും മുസ്ലിമുകൾ കൈയടക്കി ഇല്ലേ? എങ്കിലും ഒരു പ്രതീക്ഷയാണ് ഉണ്ടാവേണ്ടത്. ഒരു വിഷയം വരുമ്പോഴേക്ക് നിരാശയോടുകൂടി ഇനി എന്താ ചെയ്യാ എന്ന വാക്ക് വിശ്വാസിയിൽ ഉണ്ടാവില്ല. അള്ളാന്റെ സഹായം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ആ സഹായം ഉണ്ടാകും. അതെപ്പോ? അത് അള്ളാഹുവിനറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയൂല. നമ്മുടെ മുന്നിലുള്ളത് അള്ളാഹു എന്ത് പറഞ്ഞോ അതനുസരിച്ചുകൊണ്ട് ജീവിക്കലാണ്. 3ാമത്തെ കാര്യം, ഫലസ്തീനിന്റെ വിഷയത്തിൽ ഒരു വിശ്വാസിയുടെ നിലപാട് പറയുമ്പോൾ അതിൽ 3ാമത്തെ നിലപാട് അള്ളാഹുവിൽ ആത്മാർത്ഥമായിട്ട് തവക്കുലാക്കാൻ നമുക്ക് സാധിക്കണം. കാരണം അള്ളാഹു എല്ലാത്തിനും മതിയായവനാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, മയ്യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു. ആരെങ്കിലും അള്ളാഹുൽ തവക്കുലാക്കുകയാണെങ്കിൽ അള്ളാഹു മതിയായവനാണവൻ. അവൻ അല്ല മതി. അല്ല ഏതെങ്കിലും ഒരു വഴിയിലൂടെ അവനെ രക്ഷപ്പെടുത്തും. ഒരു നാട് മുഴുവൻ ഒരു പ്രവാചകനെതിരായി. ആ നാട്ടിലെ രാജാവും അധികാരികളും, എന്തിനേറെ സ്വന്തം പിതാവ് പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എതിരുനിന്നു. വലിയ ഒരു തീക്കുണ്ടാരം ഉണ്ടാക്കി അതിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വലിച്ചെറിഞ്ഞു. എന്തുണ്ടായത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വാചകമാണ്, ഹസ്ബി അല്ലാഹ് വനിഅമൽ വകീൽ. എനിക്കല്ല മതി. പറയാൻ കഴിയണം പ്രിയപ്പെട്ടവരെ, അല്ല മതി, അല്ലാഹു മതിയായവനാണ്. ഇന്ന് ഈ മർദ്ദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെല്ലാം നീതി നൽകുന്ന റബ്ബുണ്ട്. മർദ്ദകന്മാരുടെ കൈകൾ കൊണ്ട് അവർ ആർത്ത് കരയുന്ന ഒരു രംഗമുണ്ട്. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയാ, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ. അക്രമകാരികളായ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ, അവരുടെ പ്രവർത്തനങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ ഒരിക്കലും അല്ലാഹു അശ്രദ്ധനാണെന്ന് വിചാരിക്കണ്ട. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. കണ്ണുകൾ തള്ളിപ്പോകുന്ന ഒരു ഭയാനകമായ ദിവസം വരെ അവർക്ക് സമയം നീട്ടിക്കൊണ്ടിരിക്കുക മാത്രമാണുള്ളത്. ഒരു സമയം വരും, അന്നവർ ഖേദിക്കും. അത് വെറും വാക്കല്ല, ചരിത്രത്തിന്റെ ഇന്നലകളിൽ കടന്നുപോയിട്ടുണ്ട്. പല സ്വഹാബത്തിനെയും ഉപദ്രവിച്ച ആളുകൾ, സ്വഹാബത്തിനെ ഇല്ലാതാക്കിയ ആളുകൾ, സ്വഹാബത്തിന്റെ രക്തം കണ്ട് ആനന്ദിച്ച ആളുകൾ, അവർ പ്രവാചകന്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്, മാപ്പ് ചോദിക്കേണ്ടി വന്നിട്ടുണ്ട് ഇല്ലേ? എന്നാ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കിക്കോ, നമ്മൾ ജീവിച്ചിരിക്കെ, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന്റെ അവസാനത്തിന് മുമ്പോ അല്ലാതെയോ നമ്മളെ കാണിക്കും. ഇന്ന് അനുഭവിക്കുന്ന ഫലസ്തീനികളുടെ പ്രയാസങ്ങൾക്ക് ആരാണോ അതിന്റെ പിന്നിലുള്ളത്, ആരാണോ അവരുടെ അധികാരങ്ങൾ കൊണ്ട് ഈ ഉമ്മത്തിനെ ഇല്ലാതാക്കാൻ നോക്കുന്നത്, അവരെല്ലാം അനുഭവിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും. അതിൽ 4ാമത്തെ ഒരു കാര്യം, ഇതിനൊക്കെ എതിരെ നിൽക്കുന്ന, ഇതിനെതിരെ പ്രാർത്ഥിക്കുന്ന വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട 4ാമത്തെ കാര്യം, ശത്രുക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരായി നമ്മൾ മാറരുത്.
അവരെ സപ്പോർട്ട് ചെയ്യുന്നൊരവസ്ഥ, അവർക്ക് വേണ്ടി കുഴലൂത്തുന്നൊരവസ്ഥ, അവരെ സമാധാനിപ്പിക്കുന്നൊരവസ്ഥ, അവർക്ക് എല്ലാ അർത്ഥത്തിലും ഇസ്സത്ത് കൊടുക്കുന്നൊരവസ്ഥ, അത് വിശ്വാസിയിൽ ഉണ്ടാകാൻ പാടില്ല. അതിലേറ്റവും പ്രധാനം, നമ്മൾ അധിനിവേശത്തിനെതിരെ സംസാരിക്കുമ്പോൾ അവരുടെ വിശ്വാസങ്ങൾ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജൂത ക്രൈസ്തവരുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇ മസാജിദ. ജൂത ക്രൈസ്തവന്മാരെ അല്ലാഹു ശപിക്കട്ടെ, അവർ ശപിക്കപ്പെട്ടവരാണ്. എന്തുകൊണ്ടെന്നറിയോ? ഇത്തഖദൂ ഖുബൂറ അംബിയാഇ മസാജിദ. അവർ അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറിടങ്ങളെ ആരാധനാലയമാക്കി. ജൂത ക്രൈസ്തവന്മാരുടെ സ്വഭാവമാണ് അത്തരത്തിൽ ഏതെങ്കിലും മൺമറഞ്ഞു പോയവരുടെ അടുത്ത് പോയിക്കൊണ്ട് അവിടെ സുജൂദ് ചെയ്യലും അവിടെ പ്രാർത്ഥന അർപ്പിക്കലും അവിടെ നേർച്ചകൾ നേരലും എല്ലാം അവരുടെ വിശ്വാസമായി അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ജൂത ക്രൈസ്തവർക്കെതിരെ എന്ന് പറയുമ്പോൾ അവരുടെ വിശ്വാസങ്ങൾ സ്വീകരിച്ചുകൊണ്ടാകാൻ പാടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതിൽ ബഹിഷ്കരണങ്ങൾ ഉണ്ടാവണം. ഒരു വിശ്വാസി ശ്രദ്ധിക്കണം, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കടന്നു വരുന്ന സമയത്ത് ഇസ്രായേലിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒട്ടേറെ പ്രൊഡക്റ്റുകളുണ്ട്. നമ്മളിപ്പോഴും അതൊന്നും യാതൊരു പ്രശ്നമല്ല, നമുക്കതൊരു വിഷയമേ അല്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപക്ഷേ മുസ്ലിമല്ലാത്ത ആളുകൾ പോലും ഫലസ്തീനിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഒഴിവാക്കുമ്പോൾ നമ്മളത് സ്വീകരിക്കാണ്. വിലക്കുറവുള്ളതല്ലേ, എന്നാൽ അത് മതി എന്ന് പറയുന്നൊരവസ്ഥ. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ വാങ്ങുന്ന ഓരോ നാണയത്തുട്ടുകൾക്കും ഫലസ്തീനികളുടെ രക്തത്തിന്റെ വിലയുണ്ട്, അതിന്റെ മണമുണ്ട് എന്ന് നമ്മൾ മറക്കാതിരിക്കുക. അതോടൊപ്പം അതിലേക്ക് ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഇത് പറയുമ്പോൾ ചില ആളുകളൊക്കെ വെറും ഈ വിഷയങ്ങൾ മാത്രം കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്, ഈ വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആളുകൾ, എന്നിട്ട് മുസ്ലിമീങ്ങളെ പേടിപ്പിച്ച് നിർത്തുക. അതും ഒരു വിശ്വാസിക്ക് യോജിക്കുന്നതല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഞാൻ സൂചിപ്പിച്ചല്ലോ, അഹ്സാബ് യുദ്ധം, ഖന്തക് യുദ്ധം, 10,000-കണക്കിന് ആളുകൾ വന്ന സമയത്ത് മുസ്ലിമീങ്ങൾ തികച്ചും പെട്ടുപോകുമെന്ന് തോന്നുന്ന സമയത്ത് മുനാഫിക്കുകൾ പറയാണ്, വല്ലദീന ഫീ ഖുലൂബിഹിം മറദും, അഥവാ അവരുടെ മനസ്സിൽ രോഗമുള്ള ആ മുനാഫിക്കുകൾ പറഞ്ഞു, മാ വഅദനല്ലാഹു വറസൂലുഹു ഇല്ലാ ഗുറൂറ. അല്ലാഹും അവന്റെ റസൂലും നമ്മളോട് വഞ്ചന കാണിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, അവരുടെ വാഗ്ദാനങ്ങൾ വഞ്ചന മാത്രമാണ് എന്ന് പറഞ്ഞു അയച്ചതേ. ഈ വാദങ്ങളൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെയുള്ള ചില മനസ്സുകളുണ്ടാവും. ഇവർക്ക് ഇപ്പോഴും പറയാനുള്ളത് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, എപ്പ പറഞ്ഞാലും ഇവർക്ക് ഇതേ പറയാനുള്ളൂ. അല്ലെങ്കിൽ തവക്കുലാക്കുക, നമ്മൾ ഇറങ്ങി പുറപ്പെടണം എന്ന് പറയുന്നവരോടാണ് പറയാനുള്ളത്. അത്തരത്തിലുള്ള ഭീതിയുള്ള വാക്കുകളല്ല പറയേണ്ടത്, ശത്രുവിന്റെ വലിപ്പമല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. മറിച്ച് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അഹ്സാബിന്റെ സമയത്ത് 10,000-കണക്കിന് ആളുകൾ നിരന്നു നിൽക്കുന്ന സമയത്ത് വിശ്വാസികൾ പറഞ്ഞ വാചകമുണ്ട്, വലമ്മാ റഅൽ മുഅ്മിനൂനൽ അഹ്സാബ് ഖാലൂ ഹാദാ മാ വഅദനല്ലാഹു വറസൂലുഹു. അല്ലാഹു റസൂൽ ഞങ്ങളോട് വാഗ്ദാനം ചെയ്തത് ഇതൊക്കെ നടക്കുന്ന അല്ല പറഞ്ഞതാ, പിന്നെന്താ പേടി? വിശ്വാസിന്റെ വാചക പറയുന്നേ, അല്ല പറഞ്ഞതാണ്, അല്ലാഹു റസൂലും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കും, അവർ വാഗ്ദാനം പറഞ്ഞിട്ടുണ്ട്, എങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്ന ബോധ്യപ്പെടലാണ് നമുക്കുണ്ടാവേണ്ടത്. അഞ്ചാമത്തെ വിഷയം, ഇതെല്ലാം നമ്മൾ നിർവഹിച്ചാലും ശരി അള്ളാഹുവിന്റെ ചില പരീക്ഷണങ്ങൾ ഉണ്ടാകും. നമ്മൾ പ്രാർത്ഥിച്ചാലും പ്രതീക്ഷ അർപ്പിച്ചാലും അങ്ങേയറ്റം അള്ളാഹു തവക്കുലാക്കിയാലും അള്ളാഹുവിനെ അങ്ങേയറ്റം പ്രാർത്ഥനയോടുകൂടി നിർവഹിച്ചാലും എല്ലാം അള്ളാന്റെ ഒരു തീരുമാനമുണ്ട്, അത് അള്ളാഹു നിർവഹിക്കുക തന്നെ ചെയ്യും. അത് ചോദ്യം ചെയ്യാൻ പ്രിയപ്പെട്ടവരെ ആരുമില്ല. അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അവർക്ക് കൊടുക്കുക എന്താണെന്നറിയോ? പരീക്ഷണങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മയ്യുരിദില്ലാഹു ബിഹി ഖൈറ യുസിബു മിൻഹു. അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അവർക്ക് അള്ളാഹു നൽകും. അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടതിന്റെ അടയാളം അയാൾക്ക് മുസീബത്തുകൾ കൊടുക്കുന്ന, പ്രയാസങ്ങൾ കൊടുക്കും, ബുദ്ധിമുട്ടുകൾ കൊടുക്കും. ഒന്നിന് പിറകെ ഒന്നായി അവർക്ക് പ്രയാസങ്ങൾ വരും. അതുകൊണ്ടാണ് പ്രവാചകന്മാർ പരീക്ഷിക്കപ്പെട്ടത്. ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടവരാര് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അംബിയാ സുമ്മൽ അംസൽ സുമ്മൽ അംസൽ. അമ്പിയാക്കന്മാരാണ്. പിന്നെ ആ അമ്പിയാക്കന്മാരുടെ ആദർശം ആര് സ്വീകരിക്കുന്നോ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അവിടെ നിരാശ വേണ്ട. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവിടെയും പ്രതീക്ഷ. ബുദ്ധിമുട്ടുകളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, എങ്കിൽ നമ്മുടെ പാപങ്ങൾ പുറത്തു തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മൾ ക്ഷമിക്കുന്നതിനനുസരിച്ചുകൊണ്ട്, സഹിക്കുന്നതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടുന്നുണ്ട് എന്ന ആ ഒരു ബോധ്യപ്പെടൽ കൂടി നമ്മളിൽ ഉണ്ടാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും ഒരു വിജയം ഫലസ്തീനികൾക്കും ലോകത്ത് പ്രയാസം അനുഭവിക്കുന്നവർക്കെല്ലാം അല്ലാഹു നൽകുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലുമുള്ള സമാധാനം അല്ലാഹു അവർക്ക് നൽകുമാറാവട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ലോകം മുഴുവൻ ഫലസ്തീനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ നടക്കുമ്പോൾ നമ്മുടെ കേരളക്കരയിൽ ഒരു ന്യൂനപക്ഷം ഇതൊന്നും ശ്രദ്ധിക്കാതെ അവരുടെ കളികളും തമാശകളുമൊക്കെയായി ട്രോളുകളുമൊക്കെയായി നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഒരു പ്രഗത്ഭ ചാനൽ എല്ലാ വർഷവും ഒരു പ്രോഗ്രാം നടത്തും. കുറച്ച് മത്സരാർത്ഥികളെ വെച്ചുകൊണ്ട് 100 ദിവസം ഒരു പ്രത്യേക വീട്ടിലേക്ക് കൊണ്ടുപോയി അവർക്ക് പിന്നെ പൊതുസമൂഹത്തോടോ മറ്റുള്ളവരോടോ യാതൊരു ബന്ധവുമില്ലാതെ അവരുടെ ഓരോ പ്രവർത്തനങ്ങളും വീക്ഷിക്കാൻ ഒരുപാട് ക്യാമറകൾ വെച്ചുകൊണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ജനങ്ങളിലേക്ക് ഇങ്ങനെ കൊടുത്ത് അവരുടെ റേറ്റ് കൂട്ടാൻ വേണ്ടിയും അവർക്ക് ആളെ കിട്ടാൻ വേണ്ടിയും ഒരു ചാനൽ എന്തെല്ലാം തോന്നിവാസങ്ങൾ ചെയ്യുമോ അതിൻ്റെ എല്ലാം സീമകളും ലംഘിച്ചുകൊണ്ടൊക്കെ അവർ മുന്നോട്ട് പോയിട്ടുണ്ട്. എന്നാൽ ഏറ്റവും അവസാനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിലേക്ക് ഒരു സമൂഹം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത രൂപത്തിൽ, ഒരു പക്ഷേ കുറച്ചു കാലം മുമ്പ് വരെ സമൂഹം തെറ്റായി കണ്ടിരുന്ന, സമൂഹത്തിലെല്ലാവരും ഒറ്റക്കെട്ടായി എതിർത്തിരുന്ന സ്വവർഗ ലൈംഗികതയും സ്വവർഗരതിയുമൊക്കെ ഇന്ന് അതൊരു സമൂഹത്തിന്റെ ആവശ്യമായിക്കൊണ്ടും അതിലൊന്നും ഒരു പ്രശ്നമല്ല, അതൊക്കെ ഒരു നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരേണ്ടതുണ്ട് എന്ന നിലയ്ക്ക് വളരെ വാഗ്വാദങ്ങൾ നടത്തുന്ന ചർച്ചകൾ നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഇത് കണ്ടിട്ടുണ്ടാകും. കേരളത്തിലെ ഒരു നടൻ ഈ വിഷയത്തിൽ പ്രതികരിച്ച ഒരു പെണ്ണിനോട്, ഒരു സ്ത്രീയോട് വളരെ ഗൗരവത്തിലും കാർക്കശ്യത്തോടുകൂടിയും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ആ ഗെയിമിലുള്ള 2 സ്ത്രീകൾ, അവർ പരസ്പരം വിവാഹിതരായിക്കൊണ്ട് ജീവിക്കുകയാണ്. 2 സ്ത്രീകളാണ്, 2 പുരുഷന്മാർ, ഒരു സ്ത്രീയും പുരുഷനുമല്ല. കാരണം ഇന്ന് നമ്മുടെ സമൂഹം അതൊന്നും പ്രശ്നമല്ല എന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ ചില ആളുകളെങ്കിലും ഇതിനെ വൈകാരികമായി കൊണ്ട് പറയുമ്പോൾ ലോകം മുഴുവൻ അംഗീകരിച്ചു എന്നാണെങ്കിൽ ലോകത്ത് ഇത് അംഗീകരിച്ച മുഴുവൻ രാജ്യങ്ങളും അത് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ ചവച്ചു തുപ്പിയതെല്ലാം കേരളത്തിന്റെ മണ്ണിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അതിന് കുടപിടിക്കുന്ന ആളുകളുണ്ട്. ഒരു പക്ഷേ നിഷ്കളങ്കരായിക്കൊണ്ട് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത ആളുകൾ ഇത്തരത്തിലുള്ള വീഡിയോ അത് ഇന്നാലിന്ന നടന്റെ ഒരു വലിയ വാക്കാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അതിനും ലൈക്കടിക്കുന്ന ആളുകളുണ്ട്. ഞാൻ ഇത്രയും സൂചിപ്പിച്ചത് ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ വരുമ്പോൾ അത് കേരളക്കരയിലേക്ക് കൊണ്ടുപോരാൻ പരിശ്രമിക്കുമ്പോൾ ഈ കേരളത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ എന്താ ചെയ്യേണ്ടത്? ഇതെവിടെയാണ് നടക്കുന്നത് എന്നറിയോ? കേരളത്തിലെ ഓരോ വീട്ടിലെ സ്വീകരണ മുറിയിലും 5, 6, 10, 15 വയസ്സുള്ള മക്കൾ കാണാണ്. ആ മക്കൾ ചോദിക്കുക, ഉമ്മ ആ 2 പെണ്ണുങ്ങൾ തമ്മിൽ ആരാണ് എന്ന് ചോദിച്ചാൽ അത് കൂട്ടുകാരികളാണെന്ന് പറയാൻ കഴിയൂല, സഹോദരിമാരാണെന്ന് പറയാൻ കഴിയൂല, അവർ തമ്മിൽ കല്യാണം കഴിച്ചവരാണെന്ന് പറയാം. ചെറിയ പ്രായത്തിലെ കുട്ടി മനസ്സിലാക്കാണ് അങ്ങനെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച കുഴപ്പമില്ല, ഒരാണിനെ കല്യാണം കഴിച്ച കുഴപ്പമില്ല. അതൊക്കെ നോർമലൈസ് ചെയ്യപ്പെടുന്നൊരവസ്ഥ. എന്ന പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസി, ഇനി അവിടെ മതത്തിന്റെ കാര്യം കൂടി നടക്കണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എത്ര ഗൗരവമുണ്ട് ഇതിനെന്ന് നമ്മൾ മനസ്സിലാക്കാം. ആദ്യം ഭൗതികമായിക്കൊണ്ട് എല്ലാവരും ഇത്തരത്തിൽ ഒരു പുതുമ തേടി പോകുകയാണെങ്കിൽ എന്തായിരിക്കും ഈ സമൂഹത്തിന്റെ അവസ്ഥ? മിനിമം അതെങ്കിലും ഇത്തരത്തിൽ വലിയ രാജ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നവർ പറയണ്ടേ? മിനിമം അതെങ്കിലും നോക്കണ്ടേ? ഈ നാട്ടിലുള്ള എല്ലാ കുട്ടികളും തീരുമാനിക്കുക. എല്ലാവരും ഇപ്പൊ പുതുമ തേടുന്ന തിരക്കിലാണല്ലോ. ആരെങ്കിലും ഒന്ന് ചെയ്താൽ ഞാനും അതേപോലെ ചെയ്യണം. അതാണ് ഇൻസ്റ്റാഗ്രാം പഠിപ്പിക്കുന്നത്, അതാണ് റീലുകൾ ചെയ്യുന്നത്. ഒരാൾ ചെയ്തു, ഇന്ന പാട്ടിട്ടുകൊണ്ട് ഡാൻസ് കളിച്ചാൽ ഞാനും അതേപോലെ ചെയ്യണം. അപ്പോഴാണ് ഞാൻ ട്രെൻഡിനൊപ്പമാകുള്ളൂ.
എങ്കിൽ ആ ട്രെൻഡ് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ വീടകങ്ങളിലുള്ള എല്ലാ മക്കളും അങ്ങനെ തീരുമാനിക്കുക. ആൺകുട്ടികളെല്ലാം ആൺകുട്ടികളെ കല്യാണം കഴിക്കൂ, പെൺകുട്ടികളെല്ലാം തീരുമാനിക്കുന്നു ഞാൻ വലുതായി കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കൂ, അതിലാണ് പുതുമയുള്ളതെന്ന് തീരുമാനിച്ചാൽ ഈ നാടിന്റെ അവസ്ഥ എന്താകും? ഒരു സമൂഹത്തിന്റെ അവസ്ഥ എന്താകും? അതൊന്നും ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത ആളുകളല്ല ഈ പറയുന്നവർ. പക്ഷെ അവർക്ക് റേറ്റ് കൂടണം, അവർക്ക് റേറ്റിംഗ് നടക്കണം, അവർക്ക് വേണ്ട പണം കിട്ടണം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിൽ ജീവിക്കുന്ന ഓരോ സാധാരണക്കാരനും മനസ്സിലാക്കണം, അത് ഹിന്ദു മുസ്ലിം ക്രൈസ്തവ വിശ്വാസം എല്ലാവരിലെയും വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അത്തരത്തിലുള്ള ചിന്തകൾ, അത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഈ നാടിനെ നശിപ്പിക്കും, ഈ നാടിനെ നശിപ്പിക്കും. അത് വെറും വാക്കല്ല. കുറച്ചു കാലം മുമ്പ് വരെ നാം രണ്ട് നമുക്ക് രണ്ട് എന്നാണെങ്കിൽ പിന്നെ നാം ഒന്ന് നമുക്കൊന്നായി, നമ്മൾ നമുക്കൊന്നും വേണ്ട എന്നായി, പിന്നെ അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിലായി. ഇപ്പോഴോ ആണും ആണും കല്യാണം കഴിക്കുക, പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുക, ഇനി ഇതൊന്നുമില്ലെങ്കിലും ലിവിംഗ് ടുഗദറായി ജീവിക്കുക. എന്തെല്ലാം വാക്കുകളാണ് വരുന്നത്. ഇന്ന് പല ആളുകളും ഇങ്ങനെ ആശങ്കയോടുകൂടി പറയുന്നു, മക്കളെ കാര്യം ഇപ്പം എന്താ ചെയ്യുക, മക്കളെ കാര്യം എന്താ ചെയ്യുക. ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ കാണിപ്പിച്ചു കൊടുക്കുക. ചെറിയ പ്രായം തൊട്ടേ മക്കളുടെ മനസ്സിലേക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കുത്തിവെക്കുക. എന്നിട്ട് ആ കുട്ടികൾ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അങ്ങനെ ചിന്തിക്കരുതെന്ന് പറയാൻ നമുക്ക് കഴിയോ? അതിന്റെ കാരണക്കാർ നമ്മൾ തന്നെയാണ്, നമ്മൾ തന്നെയാണ്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിൽ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഇസ്ലാമിക നിലപാട് കൂടി എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൽഊനുൻ, ശപിക്കപ്പെട്ടവരാണ്, ശപിക്കപ്പെട്ടവരാണ് മൻ അമില ബിഅമലി ഖൗമി ലൂത്ത്, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം ചെയ്ത പ്രവർത്തനങ്ങൾ ചെയ്തവർ ശപിക്കപ്പെട്ടവരാണ്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം എന്തായിരുന്നു? ആണും പെണ്ണും വിവാഹം കഴിക്കുക, ആണും ആണും വിവാഹം കഴിക്കുക, പെണ്ണും പെണ്ണും വിവാഹം കഴിക്കുക, അത്തരത്തിലുള്ള ലൈംഗിക ബന്ധങ്ങൾ ഉണ്ടാകുക. എങ്കിൽ അത് മൽഊനുൻ, ശപിക്കപ്പെട്ടവരാണ്. ഇനിയോ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ കുറ്റമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യൽ. വ്യഭിചാരം തന്നെ തെറ്റാണ്, എങ്കിൽ അതിലേറെ വലിയ കുറ്റകരമാണ് ഈ കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ പറ്റും, മൻ വജത്തുമു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ മൻ വജത്തുമുഹു യഅമലു അമല ഖൗമി ലൂത്തിൻ ഫഖ്തുലുൽ ഫാഇല വൽ മഫ്ഊല ബിഹി. ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് കണ്ടാൽ, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഖൗമ് ചെയ്തതുപോലത്തെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കണ്ടാൽ, ഫഖ്തുലു, അവരെ കൊല്ലണം, അൽ ഫാഇല, പ്രവർത്തിക്കുന്നവരെയും, വൽ മഫ്ഊല, ആരുടെ മേലാണോ പ്രവർത്തിക്കുന്നത് രണ്ടുപേരെയും കൊല്ലണം. ഇത് ഓരോ വ്യക്തികൾ ചെയ്യാനല്ല. ഒരു ഇസ്ലാമിക ഗവൺമെന്റ് ആണെങ്കിൽ, ഇസ്ലാമിക ഭരണത്തിന് കീഴിലാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് അത് കേവലം അവരുടെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ മാത്രമാക്കിയേ വെക്കാൻ കഴിയുള്ളൂ. അതെങ്ങാനും പുറത്തേക്ക് പറഞ്ഞാൽ, അത് ചെയ്താൽ അവരെ കൊല്ലുക എന്നുള്ളതാണ് ഇസ്ലാമിക നിയമം. നമ്മുടെ നാടങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന്റെ ഗൗരവം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് സൂചിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ അതിനെ നോർമലൈസ് ചെയ്ത് പോകല്ല വേണ്ടത്. ഇതൊക്കെ അടിയോടുകൂടി എതിർക്കാൻ ഒരു രക്ഷിതാവിന് കഴിയണം. നമ്മുടെ വീട്ടിൽ അത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ കാണുന്നില്ലെന്ന് ഉറപ്പിക്കണം. നമ്മളതിന്റെ വാഹകരായി മാറുക എന്നുള്ളതിൽ നിന്നും ഒഴിവാകണം. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അതിനുവേണ്ടി സംസാരിക്കുന്ന അവസ്ഥ നമ്മൾ ഒഴിവാക്കണം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വരുമ്പോൾ മാത്രമാണ് യഥാർത്ഥ രൂപത്തിൽ ഒരു ജീവിതത്തിന്റെ ലക്ഷ്യവും പരലോക ബോധ്യവുമൊക്കെ നമ്മുടെ മക്കൾക്കുണ്ടാക്കാൻ കഴിയൂ എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ അർത്ഥത്തിലും ഇസ്സത്തുള്ള ഒരു ജീവിതം ഈ ഉമ്മത്തിന് നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സ്വാലിഹായ സന്താനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാദിൽ الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.